മൂന്ന് തലമുറക്ക് സംഗീതം പകർന്നു നൽകിയ മലപ്പുറത്തിന്റെ ഇശൽ ചക്രവർത്തി ഉസ്താദ് അസീസ് ബായ്ക്ക് ആദരാഞ്ജലികൾ. മലപ്പുറത്തെ കലാകാരന്മാരുടെയും കലാപ്രേമികളുടെയും കൂട്ടായ്മകളായ നന്മയും മാച്ചും മലപ്പുറത്ത് അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചു. മലപ്പുറം പൗരാവലിയുടെ അസീസ് ബായ് അനുസ്മരണ യോഗം വെള്ളിയാഴ്ച മലപ്പുറം ടൗൺ ഹാളിൽ നടക്കും. ഇല്ലായ്മയുടെ കയ്പുനീരിലും അസീസ് ബായ് സംഗീതം സപര്യയാക്കി കൊണ്ടു നടന്നപ്പോൾ പരിഹസിച്ചവരുടെ മുന്നിൽ വർഷങ്ങൾക്കിപ്പുറം സംഗീതത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി തന്റെ പിൻതലമുറക്കാരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച അസീസ് ബായ് 83-ാം വയസ്സിൽ അരങ്ങൊഴിഞ്ഞത് ധന്യമായ ജീവിതം കൊണ്ടാണെന്ന് അധ്യാപകനും ഗായകനുമായ ഷാനവാസ് പെരുമ്പള്ളി പറഞ്ഞു. നന്മ മലപ്പുറം സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുസ്ഥാനി സംഗീതം മലപ്പുറത്തിന് പരിചയപ്പെടുത്തിയത് അസീസ് ബായ് ആണെന്നും അസീസ് ബായുടെ ശിക്ഷണം നിരവധി പ്രമുഖർക്ക് പിന്നീട് വലിയ ഉയർച്ചകൾ നൽകിയതായും യോഗം അനുസ്മരിച്ചു. ബഷീർ പെരുമ്പള്ളി, ഷൗക്കത്ത് ഉപ്പൂടൻ, ഹനീഫ് രാജാജി, ഉസ്മാൻ ഇരുമ്പുഴി, പ്രദീപ് ചെറാട്ടുകുഴി, റഫീഖ് പറക്കാട്ട്, സുബൈർ മുണ്ടുപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കൂട്ടായ്മയായ മാച്ചിന്റെ ആഭിമുഖ്യത്തിലും ഉസ്താദ് അസീസ് ബായ് അനുശോചന യോഗം സംഘടിപ്പിച്ചു. ബാബുരാജ് കോട്ടക്കുന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു. ശശികുമാർ സോപാനത്ത് അധ്യക്ഷത വഹിച്ചു. സുന്ദർരാജ് മലപ്പുറം അനുസ്മരണ പ്രഭാഷണം നടത്തി. മജീഷ്യൻ മലയിൽ ഹംസ സ്വാഗതവും ഹംസ മുണ്ടുപറമ്പ് നന്ദിയും പറഞ്ഞു. PM നസീർ, രവീന്ദ്രൻ മുണ്ടുപറമ്പ്, നീലൻ കോടൂർ, മുസ്തഫ കൊടക്കാടൻ, അഹമ്മദ് ഗസൽ, TK ബോസ്, KP ബാലൻ, മൊറയൂർ ബാബുരാജ്, MT ഉമർ മാസ്റ്റർ, CH മൊയ്തു മാസ്റ്റർ, വിജയ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 17 മലപ്പുറം പൗരാവലിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ടൗൺ ഹാളിൽ അനുസ്മരണ യോഗം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇർഫാന, SS ന്യൂസ്, മലപ്പുറം.